അമ്മ ഏയ് എന്താണ് ഉണ്ടാക്കാൻ പോണേ? അതാ കുട്ടി ഞമ്മടെ മകള് വന്നിട്ടുണ്ടല്ലോ ആദ്യം. ആ അപ്പൊ നമുക്ക് അവർക്ക് ഒരു ബിരിയാണി ഇഷ്ടപ്പെട്ട ബിരിയാണി വെക്കണം പറഞ്ഞിട്ട് വെക്കേന്. തന്നെ മിക്സഡ് ബിരിയാണിയാണ് വെക്കണേ. മിക്സഡ് ബിരിയാണി തുടങ്ങാ. തുറന്നു ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ചു കൊടുത്തു അല്ലേ അമ്മ? ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അമ്മ എന്തൊക്കെ പൊട്ടിക്കാൻ പോണ? ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം, കൽപ്പാസി, ബിരിയാണി ഉണ്ടാക്കുമ്പോ ഇടുന്ന ഇല. ബിരിയാണി അല്ല അല്ലേ? ബേ ലീഫ്. ഇതൊക്കെയാണ് ഇടുന്നത്. അപ്പൊ അതാ ഒരു 4 സബോള, ചെറിയ 4 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ശരി അമ്മ. സബോളയൊക്കെ അതാ വാടി ഒരുവിധമായി. അപ്പൊ അമ്മ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ശരിയാണ്. ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, 4 പച്ചമുളക്, തക്കാളി. തക്കാളി അല്ലേ? ശരി. നല്ലപോലെ വാടി വരട്ടെ അല്ലേ? വാടി വരട്ടെ. അമ്മ അപ്പൊ നമ്മ എത്ര അരി വെക്കുന്നത്? 1 കിലോ അരിയിലാണ് വെക്കുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ബിരിയാണി അരിയാണ് വെക്കുന്നത്. അപ്പൊ 1 കിലോ അരി, 1.5 കിലോ ചിക്കൻ. അപ്പൊ നമ്മൾ ഈ 1 കിലോ അരി ഒരു പാത്രം നമ്മൾ അളന്നിട്ട് വെള്ളത്തിലിടും. ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പൊ അത് ഏത് പാത്രത്തിന്റെയാണോ എടുക്കണത് പറഞ്ഞാൽ ആ പാത്രത്തിന്റെ 1.5 പാത്രം വെള്ളം ഒഴിക്കും. പിന്നെ ഒരു 4 സബോള, ഒരു 4 പച്ചമുളക്, 2 തക്കാളി, അങ്ങനെയാണ് അമ്മ ചേർത്തിട്ടുള്ളൂ. പിന്നെ തൈര് ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കും. മല്ലി പുതിന അതൊക്കെ ആവശ്യത്തിന് ഇല്ല. ഇഞ്ചി വെളുത്തിലൊക്കെ ആവശ്യത്തിന്. ഇതാണ് ഏകദേശം ഒരു അമ്മന്റെ അളവ്. ഓയിൽ വന്നിട്ട് അമ്മ ഒരു 200 ഗ്രാം ഓയിൽ ചേർത്ത് നെയ്യ് ഒരു 50-100 ചേർക്കാനമ്മ. അപ്പൊ ചിക്കൻ എപ്പോഴും അതിനേക്കാളും ഒരു അല്പം കൂടുതൽ വേണം അല്ലേ? കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല മണവും ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ അത്യാവശ്യം മീറ്റും കഴിക്കാനും കിട്ടും അല്ലമ്മ. ഇതൊക്കെ വാടി വരട്ടെ. അപ്പൊ നമ്മളെപ്പോഴും ബിരിയാണി വെച്ച് കഴിക്കും. മകൾക്ക് അവിടെ ഒന്നും കിട്ടില്ല. അപ്പൊ നമുക്കൊരു ആശയല്ലേ. തക്കാളിയും പച്ചമുളകും എല്ലാ സാധനവും ഒരുവിധം വാടി വന്നു. അപ്പൊ അമ്മ അവർക്ക് ആവശ്യത്തിനിട്ട പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ് അല്ലേ? അത്രയും ചേർക്കണല്ലോ. മല്ലിയില, പൊതിന. മല്ലിയരിയും പൊതിനയും അല്ലേ? മല്ലിയരിയും പൊതിനയും കുറച്ച് കൂടുതൽ വേണമല്ലേ? നല്ല മണം കിട്ടുമല്ലോ. നല്ല മണം കിട്ടും. പൊടിയൊക്കെ നല്ലോണം ഒന്ന് വാടി സെറ്റായി കളറൊക്കെ വന്നു. അപ്പൊ അമ്മ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കും. തൈര് കുറച്ച് കൂടുതൽ വേണല്ലേ? ഒരുപാട് ചേരുവൊന്നും വേണ്ട ഉണ്ടാക്കാൻ. അനിയത്തിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അവള് വന്നപ്പോ ചോദിച്ചു ഇത് വേണം പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കണം. ഗ്രേവിയൊക്കെ നല്ല എണ്ണ തെളിഞ്ഞു കൊടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കനിലെ ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മൾക്ക് ചിക്കൻ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം അല്ലേ?
ചിക്കൻ വേകാറായില്ലമ്മ സെറ്റ്. അപ്പൊ ഇതിന് ആവശ്യമുള്ള വെള്ളം അമ്മ അളന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ. അപ്പൊ അത് ഒഴിച്ചു കൊടുക്കും. ശരി അമ്മ. നമ്മളൊക്കെ തിളച്ച് സെറ്റായി വന്നില്ലമ്മ. അപ്പൊ അമ്മ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം. ശരി. തുടങ്ങിയില്ലമ്മ. സെറ്റായി വരുന്നില്ലമ്മ. വെള്ളം വറ്റി ഇതാ. ബിരിയാണിക്ക് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നല്ല കൈമാരി നോക്കി വാങ്ങണം. നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് റോസ് കൈമയാണ്. ബിരിയാണിക്ക് അടിപൊളിയാണ്. സെറ്റായാലും നമുക്ക് നെയ്യും കൂടെ ഒഴിക്കണം അല്ലേ? നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഒരു 50 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ശരിയാണ്. സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നേരെ വെക്കുക. ഒരു വെയിറ്റ് ചെയ്യില്ലമ്മ. ഇപ്പൊ ഓഫാക്കിയില്ലമ്മ. ഇപ്പൊ ഓഫാക്കി നമുക്ക് അരമണിക്കൂർ വേണമല്ലോ. അരമണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് പൊട്ടിക്കാം. അപ്പൊ അമ്മന്റെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ പൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം. അമ്മ അരമണിക്കൂറായില്ലേ? അരമണിക്കൂറായി. നമുക്കപ്പൊ അത് പൊട്ടിക്കാം. സെറ്റായി വന്നിട്ടുണ്ട്. അധികം മസാലയൊന്നുമില്ല, മൈൽഡായിട്ടുള്ള ബിരിയാണിയാണ്. സെറ്റായി ദമ്മായി വന്നിട്ടുണ്ട്. നീണ്ടെന്ന് കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചു നോക്കാം. അപ്പൊ കൊടുക്കാം. സംഭവം കാണാൻ തന്നെ അറിയാം. സോഫ്റ്റ് ആയിട്ട് സൂപ്പറായി അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കി പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ? ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് എന്താണ് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അല്ലേ? എല്ലാവർക്കും ബൈ ബൈ.